നമസ്കാരം, എല്ലാവർക്കും കേരള കരിയേഴ്സിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാനായി പോകുന്നത് റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡ് RRB ഓപ്പണിംഗ് ഡേറ്റായി കൊടുത്തിരിക്കുന്നത് 15/4/2024. വിളിച്ചിരിക്കുന്ന തസ്തിക എന്ന് പറയുന്നത് സബ് ഇൻസ്പെക്ടർ എക്സിക്യൂട്ടീവ്. വിളിച്ചിരിക്കുന്നത് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് ആൻഡ് റെയിൽവേ പ്രൊട്ടക്ഷൻ സ്പെഷ്യൽ ഫോഴ്സിലേക്കാണ് നോട്ടിഫിക്കേഷൻ വിളിച്ചിരിക്കുന്നത്. ഈ നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാനായി പോകുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനായി മറക്കരുത്. അതേപോലെ നിങ്ങൾക്ക് ഡെയിലി ജോബ് അപ്ഡേറ്റ് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് വേണ്ടി കേരള കരിയേഴ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ കേരള കരിയേഴ്സിൻ്റെ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് അത് ഓപ്പൺ ചെയ്ത് നോക്കാവുന്നതാണ്. RRB പബ്ലിഷ് ചെയ്ത നോട്ടിഫിക്കേഷനിലെ നോട്ടിഫിക്കേഷൻ നമ്പർ CEN നമ്പർ RPF 01/2024. വിളിച്ചിരിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് ആൻഡ് റെയിൽവേ പ്രൊട്ടക്ഷൻ സ്പെഷ്യൽ ഫോഴ്സിലേക്കാണ് നോട്ടിഫിക്കേഷൻ വിളിച്ചിരിക്കുന്നത്. വിളിച്ചിരിക്കുന്ന തസ്തിക എന്ന് പറയുന്നത് സബ് ഇൻസ്പെക്ടർ എക്സിക്യൂട്ടീവ്. സാലറി സ്കെയിലായി കൊടുത്തിരിക്കുന്നത് 35,400 രൂപ വരെയാണ് സാലറി സ്കെയിലായി കൊടുത്തിരിക്കുന്നത്. അതോടൊപ്പം നിങ്ങൾക്ക് മറ്റുള്ള അലവൻസും കൂടി ഉണ്ടാവുന്നതായിരിക്കും. നമ്പർ ഓഫ് വേക്കൻസി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തത് 452 വേക്കൻസികളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നോട്ടിഫിക്കേഷൻ വിളിച്ചിരിക്കുന്നത് ഓൾ ഇന്ത്യ ബേസിസിലാണ് വിളിച്ചിരിക്കുന്നത്. മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 20 മുതൽ 28 വയസ്സ് വരെ ഉള്ളവർക്ക് ഈ ആപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. ഏജ് കണക്കാക്കുന്നത് 1/7/2024 എന്ന ഡേറ്റ് വെച്ചാണ് ഏജ് കണക്കാക്കുന്നത്. അതോടൊപ്പം ഈ തസ്തികയ്ക്ക് ഏജ് റിലാക്സേഷനും അതേപോലെ അപ്പർ ഏജ് ലിമിറ്റും ഈ നോട്ടിഫിക്കേഷന് കാറ്റഗറൈസായി അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ബേസിൽ കൊടുത്തിട്ടുണ്ട്. നോട്ടിഫിക്കേഷനിൽ ടേബിൾ വൈസായി ഇതിൻ്റെ അപ്പർ ഏജ് ലിമിറ്റും കമ്മ്യൂണിറ്റി ബേസുമുള്ള ഏജ് ലിമിറ്റുകൾ നോട്ടിഫിക്കേഷനിൽ വിശദീകരിച്ച് കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് അതിൽ നോക്കാവുന്നതാണ്. അതോടൊപ്പം ഈ കമ്മ്യൂണിറ്റി ബേസിൽ വരുന്നവരാണെങ്കിൽ അവർക്ക് ഈ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്നത് പോലെ സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യേണ്ടി വരുന്നതായിരിക്കും. ക്വാളിഫിക്കേഷനിൽ ആദ്യമായി പറഞ്ഞിരിക്കുന്നത് മിനിമം എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനായി പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് ഗ്രാജുവേറ്റ് ഫ്രം റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി, ഏതെങ്കിലും ഒരു റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഗ്രാജുവേഷൻ പാസ്സായിട്ടുള്ള എല്ലാവർക്കും ഈ ആപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. ഈ തസ്തികയ്ക്ക് എക്സാം ഫീ ഉണ്ടാവുന്നതായിരിക്കും. അതിൽ ജനറൽ കാൻഡിഡേറ്റ്സിന് 500 രൂപയാണ് എക്സാം ഫീ ആയി കൊടുത്തിരിക്കുന്നത്. അതേപോലെ ഇതിൽ സൂചിപ്പിച്ചിരിക്കുന്ന കമ്മ്യൂണിറ്റിയിൽ വരുന്ന SC അല്ലെങ്കിൽ ST, അതുമല്ലെങ്കിൽ എക്സ് സർവീസ്മാൻ, ഫീമെയിൽ കാൻഡിഡേറ്റ്സ്, മൈനോറിറ്റി അല്ലെങ്കിൽ എക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസ് EBC വരുന്ന കാൻഡിഡേറ്റ്സുകളാണെങ്കിൽ അവർക്ക് എക്സാം ഫീ ആയി കൊടുത്തിരിക്കുന്നത് 250 രൂപയാണ്. അതേപോലെ ഈ തസ്തികയ്ക്ക് റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സായി കൊടുത്തിരിക്കുന്ന സ്റ്റേജുകൾ എന്ന് പറയുന്നത് മാക്സിമം 3 സ്റ്റേജുകളാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ ആദ്യമായി വരുന്ന സ്റ്റേജ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ്, CBT. അതാണ് ആദ്യം വരുന്നത്. അതിൽ പാസ്സാവുന്നവർക്ക് രണ്ടാമത് സ്റ്റേജിലേക്ക് കടക്കാവുന്നതാണ്. അതിൽ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും ഫിസിക്കൽ മെഷർമെൻറ്റ് ടെസ്റ്റും ഉണ്ടാവുന്നതായിരിക്കും. ഇതിലും പാസ്സാവുന്നവർക്ക് മൂന്നാമത് സ്റ്റേജായ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷനിലേക്ക് കടക്കാവുന്നതാണ്. ഈ 3 സ്റ്റേജുകളാണ് ഈ റിക്രൂട്ട്മെൻറ്റിൻ്റെ പ്രോസസ്സുകളായിട്ട് കൊടുത്തിരിക്കുന്നത്. അതിൽ ഓരോ സ്റ്റേജിലും പാസ്സാവുന്നവർക്ക് അടുത്ത ഘട്ടത്തിലേക്ക് പോകാവുന്നതാണ്. അപ്ലിക്കേഷൻ അയക്കേണ്ടത് ഓൺലൈൻ വഴിയാണ്. അപ്ലിക്കേഷൻ അയക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 14/5/2024. ഈ നോട്ടിഫിക്കേഷൻ്റെ
കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി നിങ്ങൾ സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് എന്ന് പറയുന്നത് RRBയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ്. ഏത് വെബ്സൈറ്റിൽ വേണമെങ്കിലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അതിൽ ഒരു ഒഫീഷ്യൽ വെബ്സൈറ്റാണ് തിരുവനന്തപുരത്തിൻ്റെ വെബ്സൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ തിരുവനന്തപുരത്തിൻ്റെ വെബ്സൈറ്റ് എന്ന് പറയുന്നത് www.rrbtiruvananthapuram.gov.in എന്നുള്ള വെബ്സൈറ്റിൽ കയറിയും നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ അറിയാവുന്നതാണ്. ഈ നോട്ടിഫിക്കേഷൻ ഇതേപോലെ നിങ്ങൾക്ക് ജോബ് അപ്ഡേറ്റ് ഡെയിലി അറിയുന്നതിന് വേണ്ടി കേരള കരിയേഴ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനായി മറക്കരുത്. അതേപോലെ ഇതുവരെയും കേരള കരിയേഴ്സ് യൂട്യൂബ് ചാനൽ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.